അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. കാരുണ്യവാനായ യജമാനനായ തമ്പുരാൻ അവൻ നമുക്ക് നൽകിയ ചാൻസാണ് പരിശുദ്ധമായ റമളാൻ നമുക്ക് കിട്ടുക എന്നത്. 2 മാസക്കാലം നമ്മൾ പടച്ചവനോട് ദുആ ചെയ്തു. വിശുദ്ധ റജബിൻ്റെ പൊന്നമ്പളി ആകാശത്ത് ദൃശ്യമായ സമയം മുതൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എൻ്റെ തമ്പുരാനെ, റജബിൽ എനിക്ക് ബറക്കത്ത് ചെയ്തു, ശഅബാനിൽ എനിക്ക് ബറക്കത്ത് ചെയ്ത് പരിശുദ്ധ റമളാനിനെ എനിക്ക് എത്തിച്ചു തരണം. വവഫ്ഫിഖ്നാ ലിസ്സിയാമി വൽ ഖിയാം, പടച്ചവനെ നോമ്പെടുക്കാൻ, വൽ ഖിയാം തറാവീഹ് നിസ്കരിക്കാൻ എനിക്ക് ഭാഗ്യം തരണം. അല്ലാഹുവിനോട് ചോദിച്ചു. നമ്മുടെ പ്രാർത്ഥന യജമാനൻ സ്വീകരിച്ചു. വിശുദ്ധ റമളാനിൻ്റെ 5, 6, 7, 8 ദിനങ്ങൾ, 9 ദിനങ്ങൾ നമുക്കിപ്പോൾ ചെലവഴിക്കാനും സാധിച്ചു. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പുണ്യ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പല്ല. നമ്മൾ വിചാരിക്കും നോമ്പാണെന്ന്, അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയാണ് ധരിച്ചത്. എന്നാൽ നോമ്പ് റമളാൻ കഴിഞ്ഞാലും നമുക്ക് നോമ്പുണ്ടല്ലോ. നോമ്പ് നമുക്ക് റമളാൻ ശവ്വാലിൽ 6 നോമ്പുണ്ട്. പിന്നെ 13, 14 എല്ലാ മാസത്തിൻ്റെ 13, 14 നോമ്പുണ്ട്. പിന്നെ മുഹറത്തിലൊരു 9, 10 നോമ്പുണ്ട്. അറഫയിലൊരു നോമ്പുണ്ട്, നമുക്ക് ഒരു സുന്നത്തായ നോമ്പുണ്ട്. അങ്ങനെ തുടങ്ങി മെഹറാജിൻ്റെ നോമ്പുണ്ട്. അങ്ങനെ നോമ്പുകൾ നമുക്കിനിയും അനുഷ്ഠിക്കാം. പക്ഷെ റമളാനിൻ്റെ നോമ്പ് അത് പ്രത്യേകതയുണ്ട്, ബറക്കത്താണ്, വലിയ പവിത്രതയാണ്. പക്ഷേ റമളാനിൽ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു വലിയ അമലാണ്. നമ്മളെ നാളെ പാരത്രിക ലോകത്ത് ഉന്നത ശ്രേണിയിൽ ഉയർത്തുന്ന, മലക്കിനേക്കാൾ വലിയ പവറിലേക്ക്, ഒരു മനുഷ്യനെ മലക്കിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനാക്കി അവൻ ചോദിക്കുന്നതെന്തും കൊടുത്ത് സ്വർഗം തുറന്നിട്ട് അവനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർഗം ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവേ ആ വ്യക്തികളെ എനിക്കിങ്ങ് തരണേ എനിക്കിങ്ങി തരണേ എന്ന അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹു നമുക്ക് തരട്ടെ ആ സ്വർഗം. ആ സ്വർഗം ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമലുണ്ട്. അതാണ് തറാവീഹ് നിസ്കാരം. ഈ നിസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. റമളാനിൽ ഈ 30 രാവിൽ മാത്രമേ ഒരു വർഷത്തെ ഈ നിസ്കാരം ഉള്ളൂ. പിന്നെ ഇങ്ങനൊരു നിസ്കാരം ഇല്ല. ഇങ്ങനൊരു നിസ്കാരം പിന്നെ ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്, ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനാക്കി അവനെ ഉന്നത ശ്രേണിയിൽ എത്തിക്കുന്ന മഹത്തായ കർമ്മമാണ് സമുദായമേ തറാവീഹ്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ തറാവീഹ് ഒഴിവാക്കാതെ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളണേ, അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു. മാത്രമല്ല, പകൽ 14 മണിക്കൂർ നോമ്പെടുത്ത ക്ഷീണം, ഒട്ടിയ വയറ്, ശ്രോതാക്കളെ ശ്രദ്ധിക്കണം, ഒട്ടിയ വയറ്. ആ ഒട്ടിയ വയറിലേക്ക് 14 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരൽപ്പം കാരക്ക ഭുജിച്ചുകൊണ്ട്, വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുടലിനെ ജീവസുറ്റമാക്കി. കാരക്കൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആ വയറിലേക്ക് 14 മണിക്കൂർ ഭക്ഷണം ചെല്ലാതെ, വെള്ളം ചെല്ലാതെ വിഷമിച്ചിരുന്ന വയറിലേക്ക് ഭക്ഷണം അങ്ങോട്ട് ചെല്ലുമ്പോൾ, നോമ്പ് മുറിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ക്ഷീണമാണ്, തളർച്ചയാണ്. സ്വാഭാവികമായി നമ്മളുടെ ഇടയിൽ നമ്മൾ പറയാറുണ്ട്. എന്തേ പറയുന്നത്? നോമ്പ് പിടിക്കുമ്പോൾ ക്ഷീണം കുറവാണ്, നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ വലിയ ക്ഷീണമാണ്. നമ്മളൊക്കെ പറയാറുണ്ട്. ക്ഷീണമാണ്, ശരി തന്നെയാണ്. 100% ആ ഒരു വാക്ക് നിരർത്ഥകമല്ല, അത് അർത്ഥമുള്ള വാക്കാണ്. ഭയങ്കര ക്ഷീണമാണ്. എന്നാൽ ആ അള്ളാഹു തരുന്ന ക്ഷീണമാണ്. ഈ ക്ഷീണത്തോടുകൂടി അതിൻ്റെ കൂടെ ഉറക്കം കണ്ണിൽ ഇങ്ങനെ അലട്ടുകയാണ്. ജോലിക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറക്കവും ക്ഷീണവും തളർച്ചയും രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ആ ഉറക്കം വരുന്ന കണ്ണുകളോടെ
ക്ഷീണമുള്ള വയറോടെ തളർച്ചയുള്ള ശരീരത്തോടെ പടച്ചവന്റെ മുന്നിലേക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് 20 റക്അത്ത് അങ്ങോട്ട് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവേ എഴുന്നേൽക്കുന്നു, പിന്നെ ഇരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു. അല്ലാഹ് ഇതൊരു ത്യാഗമാണ്. ഇങ്ങനെ ത്യാഗത്തോടെ നിസ്കരിക്കുന്ന 20 റക്അത്ത് 23 റക്അത്ത് വിത്റും തറാവീഹും നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ഷീണം വേണമെങ്കിൽ അവന് വീട്ടിൽ കിടന്നുറങ്ങാം. ആരും എന്താടാ നിസ്കരിക്കാത്തതെന്ന് ചോദിക്കാനില്ല. ഉണ്ടോ? ഇല്ല, ആരുമില്ല. അവന് കിടന്നുറങ്ങാം. പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം വെച്ചിട്ടുണ്ട്. എനിക്ക് സ്വർഗം ഇതിലൂടെ എനിക്ക് കിട്ടേണ്ടത്, എൻ്റെ പാപം പൊറുക്കേണ്ടത് ഇതിലൂടെയാണ്. ഹബീബ് പറഞ്ഞു, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഉഫ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും 20 റക്അത്ത് തറാവീഹ് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിന്ന് നിസ്കരിച്ചാൽ അല്ലാഹ് നൽകുന്ന സമ്മാനം എന്തേ? ഉഫ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ ജീവിതത്തിൽ മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹ് അങ്ങ് ഡിലീറ്റ് ആക്കുന്നു, മായ്ച്ചു കളയുന്നു. അവനെ ഉമ്മ പെറ്റ ഒരു കുഞ്ഞിനെ പോലെ അത്രയും വെളുത്ത ഹൃദയം പോലെ ആക്കുന്നു. ഏതിലൂടെ? തറാവീഹിലൂടെ. നോമ്പിലൂടെയല്ല, തറാവീഹിലൂടെയാണ് ഈ മഹിമ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഒട്ടിയ വയറോടെ ക്ഷീണമുള്ള ശരീരത്തോടെ 20 റക്അത്ത് ഇങ്ങനെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന് എന്തൊരു സന്തോഷമാ. ആ സന്തോഷം എൻ്റെ ശ്രോതാക്കളെ യയ്ബുഖാൻ മഹദരിക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്ര വലിയ സന്തോഷം യജമാനനായ തമ്പുരാന്. ആ സമയം സന്തോഷം കൊണ്ട് അല്ലാഹു തൻ്റെ സവിധത്തിലുള്ള അല്ലാഹുവിൻ്റെ മലക്കുകളോട് അല്ലാഹ് പറയും, മലക്കുകളെ, നിങ്ങളല്ലേ പറഞ്ഞത് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കണ്ട, അവരുടെ ചോരപ്പുഴ ഒഴുക്കും. വേണ്ട, നിനക്ക് തസ്ബീഹ് ചെല്ലാൻ, നിനക്ക് തഹ്ലീല് ചെല്ലാൻ ഞങ്ങളുണ്ട്. പിന്നെ എന്തിന് ഭൂമിയിൽ രക്തപ്പുഴകൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യനെ സൃഷ്ടിക്കണം എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? എന്നാൽ നോക്കൂ മലക്കുകളെ, എൻ്റെ അടിമയ്ക്ക് ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് ക്ഷീണമില്ല മലക്കുകളെ. എൻ്റെ അടിമയ്ക്ക് ഉറക്കം വരുന്നു, നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങൾക്കത് ഞാൻ പടച്ചിട്ടില്ല. കണ്ടോ? അതൊക്കെ മാറ്റിവെച്ച് അവൻ പള്ളിയിൽ വന്ന് തറാവീഹ് നിസ്കരിക്കുന്നു, അവൾ വീട്ടിൽ ചടഞ്ഞ് തറാവീഹ് നിസ്കരിക്കുന്നത് എനിക്ക് വേണ്ടി. മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, എൻ്റെ വിശ്വാസികളുടെ പാവം ഞാൻ പൊറുക്കും, ഇവരെ ഞാൻ സ്വർഗം കടത്തും എന്ന് യജമാനനായ റബ്ബ് മലക്കുകളോട് പൊങ്ങച്ചം പറയുമെന്ന് ആമിന ബീവിയുടെ മുത്തുമോനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹ് വലിയ വമ്പിച്ച ഓഫർ. ഒരു റക്അത്തിന് 70 റക്അത്ത്, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഏകദേശം 1400 റക്അത്തിന്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ അല്ലാഹ് എഴുതി ചേർക്കുകയാണ്. ഇത്ര വലിയ പ്രതിഫലം കളഞ്ഞിട്ട് ഒരു വിശ്വാസിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? അതുകൊണ്ട് ശബ്ദം ശവിച്ചവരെ, തറാവീഹ് ആരും ഒഴിവാക്കരുത്. അല്ലാഹു ആ തറാവീഹ് നിസ്കരിച്ച് പുണ്യം നേടാൻ പടച്ചവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.